യേശുവിൻ്റെ കണ്ണുകളിലൂടെ 8/2/1996 ദർശനങ്ങൾ. സത്രം വിട്ടുപോരുമ്പോൾ ഒരു സമൂഹം ഞങ്ങൾക്ക് ചുറ്റും കൂടി. അവർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: യേശുവെ, എന്നെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, യേശുവെ സഹായിക്കണമേ. ആവശ്യത്തിലായിരിക്കുന്നവർ എപ്പോഴും എന്നെ സഹായത്തിനായി വിളിക്കുകയും ഞാൻ അവരോട് പ്രതികരിക്കുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിരുന്നു. എന്തെന്നാൽ ഞാൻ അവരെയൊക്കെയും സ്നേഹിച്ചിരുന്നു. ചന്തസ്ഥലത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ആളുകൾ ഇരുന്നു കഴിഞ്ഞപ്പോൾ അവിടമാകെ നിശബ്ദത വ്യാപിച്ചു. ഞാൻ അവരുടെ മുമ്പാകെ നിന്നിട്ട് പറഞ്ഞു: ഒരിക്കൽ ഒരു മനുഷ്യൻ ദേവാലയത്തിൽ ചെന്ന് മുട്ടിന്മേൽ വീണ് ദൈവത്തോട് തന്റെ ഇപ്പോഴത്തെ ആവശ്യത്തിൽ സഹായിക്കുവാനായി കേണപേക്ഷിച്ചു. അയാളുടെ കൃഷി നശിച്ചിരുന്നു. എങ്ങനെ കുടുംബം പുലർത്തണമെന്ന് അറിഞ്ഞുകൂടാ. അവൻ ദൈവത്തോടൊരു സത്യം ചെയ്തു: ഈ പ്രാവശ്യം തന്നെ സഹായിക്കുമെങ്കിൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും മറ്റുള്ളവരെ സഹായിക്കുവാനായി ഒഴിഞ്ഞുവെക്കാം. പിതാവ് തന്റെ കരുണയാൽ അവന്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു. ആ മനുഷ്യൻ വീട്ടിൽ തിരികെ ചെല്ലുമ്പോൾ ഒരു പൂർവാചിത സ്വത്ത് അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അമ്മാവൻ വലിയൊരു സമ്പത്ത് അയാൾക്കായി അവശേഷിപ്പിച്ചുകൊണ്ട് മടഞ്ഞിരിക്കുന്നു. അയാൾക്ക് വലിയ സന്തോഷമായി. മരിച്ചുപോയ അമ്മാവനെ കുറിച്ചോ ദൈവത്തോട് ചെയ്ത ശബ്ദത്തെക്കുറിച്ചോ അയാൾ ഓർത്തില്ല. സ്വന്തം വസ്തുക്കളൊക്കെ വിറ്റ് അമ്മാവന്റെ ബംഗ്ലാവിലേക്ക് താമസം മാറ്റുകയും പണക്കാരന്റെ ജീവിതശൈലി സ്വീകരിച്ച് കുടുംബ ബന്ധങ്ങൾ ഉലച്ച് പുതിയതായി ലഭിച്ച കൂട്ടുകാരനോടൊപ്പം ജീവിതം ആസ്വദിക്കുകയും ചെയ്തു. ഒരു ദിവസം പഴയൊരു അയൽവാസി സഹായത്തിനായി അയാളുടെ വാതിലിൽ മുട്ടി. എന്തെന്നാൽ അയാളുടെ കൃഷി നശിച്ചിരുന്നു. പണക്കാരനായ മനുഷ്യൻ തന്റെ പഴയ അയൽവാസിക്ക് വാതിൽ തുറന്നു കൊടുത്തില്ലെന്ന് മാത്രമല്ല, തന്റെ വേലക്കാരോട് അയാളെ ആട്ടി ഓടിക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. താൻ പറഞ്ഞതുപോലെ വേലക്കാരൻ പ്രവർത്തിക്കുമ്പോൾ പണക്കാരനായ മനുഷ്യൻ താൻ ഇതുപോലൊരവസ്ഥയിൽ ദൈവത്തിനോട് യാചിച്ചതും ദൈവം അതിന് ഉത്തരമരുളി സഹായിച്ചതുമായ കാര്യങ്ങൾ ഓർമ്മിച്ചു. അപ്പോൾ സ്വരമുയർത്തി അയാൾ വേലക്കാരോട് പറഞ്ഞു: ഞാൻ ചെയ്തതുപോലെ ദേവാലയത്തിൽ പോയി ദൈവത്തിന്റെ സഹായം ചോദിക്കുവാൻ അയാളോട് പറയുക. എല്ലാവർക്കും നൽകുന്നതിന് ദൈവത്തിന്റെ പക്കൽ ധാരാളമുണ്ട്. അതിനുശേഷം തന്റെ പ്രവൃത്തിയിൽ സ്വയം സംതൃപ്തനായി അയാൾ ഉറങ്ങുവാൻ കിടന്നു. പാവപ്പെട്ട അയൽവാസി അയാളുടെ വാക്കുകൾ അനുസരിച്ച് ദേവാലയത്തിൽ പോയി ദൈവത്തോട് സഹായത്തിനായി അപേക്ഷിച്ചു. തന്റെ സഹായ അഭ്യർത്ഥന നിരസിച്ച പണക്കാരനായ ആ മനുഷ്യനോട് ക്ഷമിക്കണമെന്നും അയാൾ പ്രാർത്ഥിച്ചു. കാലാന്തരത്തിൽ ഒരു ആക്രമണത്തിന്റെ ഫലമായി പണക്കാരനായ മനുഷ്യന് തന്റെ വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. അക്രമികളായ പോരാളികൾ അയാളെ അപായപ്പെടുത്തുവാനായി അന്വേഷിച്ചു നടന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യൻ ഒരു പാതിരാക്കി പാവപ്പെട്ടനായ തന്റെ പഴയ അയൽവാസിയുടെ കൃഷിയിടത്തിലേക്ക് വേച്ച് കയറി ചെന്നു. അവൻ നിലവിളിച്ചു: എന്നെ സഹായിക്കുന്ന സ്നേഹിത, അവർ എന്നെ കൊല്ലുവാൻ വേണ്ടി തേടി നടക്കുകയാണ്. പാവപ്പെട്ടവനായ ആ മനുഷ്യൻ പറഞ്ഞു: ഒരു പക്ഷേ നിനക്കറിയില്ലായിരിക്കാം, കഷ്ടതയുടെ നേരത്ത് ദൈവത്തിൽ ആശ്രയിക്കുവാൻ എന്നെ ഓർമ്മിപ്പിച്ച് സഹായിച്ചത് നീയാണ്. ഞാൻ നിന്നോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ദൈവം എന്നോട് ചെയ്ത കരുണയ്ക്ക് നന്ദി സൂചകമായി ഇപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നിന്നെ സഹായിക്കും. ആ നിമിഷങ്ങളിൽ പണക്കാരൻ എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യൻ യഥാർത്ഥ സമ്പത്തിനെ കുറിച്ച് പാവപ്പെട്ടവനായ അയൽവാസിയുടെ ഹൃദയത്തിലുള്ള ദൈവാശ്രയ ബോധവും ദൈവസ്നേഹവുമാകുന്ന സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. സ്വന്തം അന്ധതയെ കുറിച്ച് ബോധവനായപ്പോൾ അയാൾ നിലത്ത് കമിഴ്ന്നു വീണ് ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. പരിഹാരമായി തുടർന്നുള്ള വർഷങ്ങളിൽ അയാൾ ആ പാവപ്പെട്ട മനുഷ്യനെ സേവിച്ചുകൊണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും കഴിഞ്ഞു. നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇങ്ങനെ മനസ്സിലാക്കൂ: നിങ്ങൾ ദൈവത്തോട് സഹായം ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഉത്തരമരുളെന്ന് അറിഞ്ഞിരിക്കണം. അതിനു പകരമായി നിങ്ങളോട് സഹായ അഭ്യർത്ഥന ഉണ്ടാകുന്ന അവസരത്തിൽ നിങ്ങളും അപ്രകാരം ചെയ്യണം. ഈ വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ കാരുണ്യത്തെയും സ്നേഹത്തെയും പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഗുരു, ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമുള്ളപ്പോൾ എങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നത്? ആരോ ചോദിച്ചു. റോമാക്കാരും ചുങ്കം പിരിവുകാരും ഞങ്ങൾക്കുള്ളതിന്റെ ഭൂരിഭാഗവും എടുക്കുകയാണ്. വസ്തുവകകളോ സാധനങ്ങളോ മാത്രമല്ല, സ്നേഹവും പ്രാർത്ഥനയും പങ്കുവയ്ക്കാനുള്ളതാണ്. ഞാൻ പ്രതിവചിച്ചു. സഹോദരനോ സഹോദരിക്കോ നിങ്ങൾക്ക് നൽകാനാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സ്നേഹം അവരുമായി പങ്കുവെക്കലാണ്. അപ്പോൾ ഒരു ഫരിസയൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു:
താങ്കൾ സ്നേഹം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. കൊള്ളാം, നന്നായി സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ ദേവാലയത്തിൽ നാം കൊടുക്കുന്ന ദശാംശത്തെ കുറിച്ച് എന്തു പറയുന്നു? ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഞങ്ങൾ അത് നൽകാതിരിക്കുകയും പകരം തമ്മിൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണമെന്നാണ്. അവന്റെ ഹൃദയത്തിലുള്ള വഞ്ചന ഞാൻ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തിന് കാഴ്ച അർപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അപ്രകാരം പറഞ്ഞതിനാൽ എന്നെ കുറ്റവാളിയുമാക്കണം അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇല്ലായ്മയുടെ സമയങ്ങളിൽ നിങ്ങളാൽ പറ്റുന്നത് മാത്രം കൊടുക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ സ്നേഹമാണ് അവിടത്തേക്ക് ആവശ്യം. അവിടുന്ന് നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. ദാവീദ് ദേവാലയത്തിലെ കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചത് ജീവൻ നിലനിർത്തുവാനും ദൈവേഷ്ടം നിറവേറ്റുവാനുമാണ്. പിതാവ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയാൽ ആവശ്യ നേരത്ത് ആരെയെങ്കിലും അവിടുന്ന് നിരസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഫരിസേയർ സമ്പത്തിന്റെയും പദവികളുടെയും സ്വാർത്ഥമോഹങ്ങളുടെയും പുറത്തിരുന്നു കൊണ്ട് ദൈവത്തിന്റെ നിയമമനുസരിച്ച് എപ്രകാരം ജീവിക്കണമെന്ന് മറ്റുള്ളവരോട് കൽപ്പിക്കുന്നു. ആദ്യം നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. എന്നിട്ട് ദൈവ നിയമമനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതൊക്കെയും തന്റെ സുഹൃത്തുക്കളെ അറിയിക്കുന്നതിനായി ആ ഫരിസേയൻ ദ്രുതഗതിയിൽ സ്ഥലം വിട്ടു. രോഗികൾ മുമ്പോട്ട് വന്നു. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരെയും സ്പർശിക്കുവാൻ എനിക്കായില്ല. ഞാൻ എൻ്റെ അനുയായികളെ അനുഗ്രഹിക്കുകയും സൗഖ്യം പ്രദാനം ചെയ്യുവാനുള്ള ദൈവിക ശക്തി അവർക്ക് നൽകുകയും ചെയ്തു. സ്നേഹത്തിൽ ഒന്നായി ഞങ്ങൾ അനേകരെ സ്പർശിക്കുകയും അനേകർ സുഖപ്പെടുകയും ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഗ്രാമം വിട്ടുപോവുകയും വിശ്രമിക്കുന്നതിനായി ഏകാന്തമായ ഒരു ഇടം കണ്ടുപിടിക്കുകയും ചെയ്തു. 9/2/1996 ദർശനം. ഒരു മതിലിനോട് ചേർന്നുള്ള പുൽത്തകിടിയിൽ തീ കൂട്ടി അതിന് ചുറ്റും രാത്രിയിൽ ഞങ്ങൾ ഇരുന്നു. പകലത്തെ സംഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. പിന്നെ എന്റെ ശിഷ്യന്മാർ ഉറക്കമായി. അവർ ഉറങ്ങുമ്പോൾ ആ മുഖങ്ങളിലേക്ക് ഞാൻ മാറി മാറി നോക്കി. ദൈവത്തിങ്കലേക്കുള്ള മനുഷ്യന്റെ പ്രയാണത്തിന്റെ പല മുഖഭാവങ്ങളാണ് ഞാൻ അവരിൽ ദർശിച്ചത്. ഞാൻ യൂദാസിന്റെ ഹൃദയത്തിലേക്ക് നോക്കി. സംഭവിക്കാനിരിക്കുന്നതൊക്കെയും എനിക്കറിയാം. ആ അറിവ് എന്നെ ദുഃഖിപ്പിച്ചു. കാരണം ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. യൂദാസിന്റെ മുഖം കാണുമ്പോൾ സ്നേഹനിധിയായ സ്വർഗസ്ഥനായ പിതാവിനെ നിഷേധിച്ചവരെയും നിഷേധിക്കുവാനിരിക്കുന്നവരെയും ഒറ്റിക്കൊടുക്കുന്നവരെയും ഞാൻ കാണുകയായിരുന്നു. ഈ വക ചിന്തകളാൽ എന്റെ ഹൃദയം ഭാരപ്പെടുകയും ഞാൻ മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. കിളികളുടെ സുന്ദരമായ കളകളഗാനത്തോടുകൂടി പ്രഭാതം പൊട്ടിവിടണം. സ്നേഹത്തിൽ ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു ആ മധുരനാദങ്ങൾ. പ്രഭാതത്തിന്റെ നവോന്മേഷം എന്നിൽ പിതാവിന്റെ വിശുദ്ധമായ സൃഷ്ടിയുടെ ഉണർവ് പകർന്നു. എന്റെ ശിഷ്യന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റ് തുടങ്ങി. ശരീരശുദ്ധി വരുത്തിയ ശേഷം അവർ ഭക്ഷണം പാകം ചെയ്യുവാൻ ആരംഭിച്ചു. യാക്കോബിന് കുട്ടിത്തം മാറിയിരുന്നില്ല. അവൻ അതിലെയെല്ലാം ഓടി നടക്കുകയും ഇടയ്ക്ക് യൂദാസിനെ കളിയാക്കി കെട്ടിപ്പിടിക്കുകയും ചെയ്തു. യൂദാസ് തിരിഞ്ഞ് മൂർച്ചയേറിയ സ്വരത്തിൽ പറഞ്ഞു, ചെറുക്ക, പോയി എന്തെങ്കിലും ഉപകാരമുള്ള പണിയിലേർപ്പെടുക. നിന്റെ ബാലചാബല്യങ്ങൾ നിർത്തിയിട്ട് ഗുരുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചു. പത്രോസ് എന്റെ അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, കർത്താവേ, ഇതുപോലെ യാതൊരു സ്നേഹമില്ലാത്തൊരു മനുഷ്യനെ അങ്ങയുടെ പിന്നാലെ നടക്കുവാൻ അനുവദിക്കുന്നത് എന്തിനാണ്? പത്രോസ്, ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് നിനക്കിപ്പോൾ മനസ്സിലാകുന്നില്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. യൂദാസിന് നിങ്ങളെക്കാൾ അധികം സഹായം ആവശ്യമാണ്. അതിനർത്ഥം അവനെ മാറ്റി നിർത്തണമെന്നോ നിരസിക്കണമെന്നോ അല്ല. മറ്റെല്ലാവരുടെയും എന്ന പോലെ അവന്റെ ആത്മാവും എനിക്ക് വിലപ്പെട്ടതാണ്. എന്റെ സ്നേഹം ഞാൻ അവന് നിരസിക്കുകയില്ല. പക്ഷേ ഗുരു, എങ്ങനെയാണ് അവന്റെ വല്ലാത്ത ദേഷ്യവും ആർത്തിയും അസൂയയും ഒക്കെ അംഗീകരിക്കുവാൻ പറ്റുന്നത്? എപ്പോഴും അങ്ങയുടെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയാണ് അവൻ. ശരിക്കു പറഞ്ഞാൽ അവന്റെ ഇഷ്ടം അങ്ങയെ കൊണ്ട് ചെയ്യിക്കുവാൻ ശ്രമിക്കുകയാണ് അവൻ. എന്നിട്ടും അങ്ങ് അവനെ പറഞ്ഞു വിടുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. പത്രോസ് പറഞ്ഞു. ഓ എന്റെ പത്രോസേ, നിന്നെ ഞാൻ അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? വരും കാലങ്ങളിൽ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ എന്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കേണ്ട ആളാണ് നീ. നിനക്ക് 2 കഴുതുകൾ ഉണ്ടെന്നിരിക്കട്ടെ. കുറേയേറെ ദൂരം അവയെ കൊണ്ട് വണ്ടി വലിപ്പിക്കേണ്ട ആവശ്യമുള്ളതിനാൽ നീ അവയെ നന്നായി പരിപാലിക്കുന്നു. അങ്ങനെ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം എന്ന് നീ കരുതുന്നു. എന്നാൽ അതിലൊരു കഴുത നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ നീ നിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ മെരുക്കുവാൻ ശ്രമിക്കുകയും യാത്ര തുടരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയില്ലേ? എത്ര ബുദ്ധിമുട്ടിയാലും നിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി
കഴുത പ്രതികരിക്കുമെന്ന പ്രതീക്ഷയോടെ നീ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. കഴുത എന്നിട്ടും അനുസരിക്കില്ല എന്നിരിക്കട്ടെ, എന്നാലും അതിന്റെ കവചം എടുത്തു മാറ്റി അതിനെ നീ ഓടിച്ചു വിടുകയില്ല. എന്തെന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം അവൻ വിലപിടിപ്പുള്ളവനാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യം. ചിലരെ നയിക്കുവാനോ സഹായിക്കുവാനോ ബുദ്ധിമുട്ടാണ്. അവരെ ഉപേക്ഷിക്കണം എന്നല്ല അതിനർത്ഥം. ഓരോ വ്യക്തിയും ദൈവത്തിന് അമൂല്യനാണ്. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടി ആണെങ്കിൽ പോലും ഓരോരുത്തരെയും ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിക്കണം എന്നുള്ളത് നിന്റെ ചുമതലയാണ്. എന്നാൽ അത് പ്രയാസമായി തീരുമ്പോൾ നിന്നെ തന്നെ നല്ല കഴുതയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. തന്റെ സ്നേഹിതനുള്ള സ്നേഹത്തെ പ്രതി അവനു വേണ്ടി നല്ല കഴുത വണ്ടി വലിക്കുവാൻ മുതിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ തന്റെ സുഹൃത്ത് താനും വിളിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുമെന്ന പ്രതീക്ഷയോടെ പത്രോസ് യൂദാസിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിന്റെ സഞ്ചി ഇന്ന് ഞാൻ ചുമന്നുകൊള്ളാം. അങ്ങനെ ഞാൻ നിന്നെ സഹായിക്കട്ടെ. യൂദാസ് വിശ്വാസം വരാതെ വിസ്മയത്തോടുകൂടി പത്രോസിനെ നോക്കി. ശരി, നിനക്ക് വേണമെങ്കിൽ ചുമന്നുകൊള്ളുക, പക്ഷേ അതിനകത്തുള്ള സാധനങ്ങളൊന്നും കേടുവരാതെ സൂക്ഷിക്കണം. പത്രോസ് തിരിഞ്ഞ് എന്നെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അവന്റെ ഹൃദയ സൗന്ദര്യം ദർശിക്കുകയായിരുന്നു ഞാൻ.